പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഇപ്പോൾ ഗർഭിണിയാണ്. ഇതാ ഗർഭിണിയാണ്. ഇപ്പോൾ എനിക്ക് 5 മന്ത് കഴിഞ്ഞു. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വയറ് കുലുക്കി കാണിച്ചിട്ട് ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ വ്യക്തിയോടാണ് വയറ് കുലുക്കുമ്പോൾ സൂക്ഷിച്ച് കുലുക്കണം. എങ്ങാനും കൈ താഴത്തേക്ക് പോയി വേറെ വല്ല സാധനത്തേലും ഇട്ട് തട്ടി ഒച്ച കേട്ട് കഴിഞ്ഞാൽ പണി പാളും. പിന്നെ ഈ വീഡിയോ കാണാനിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, കൊച്ചുകുട്ടികൾ നിങ്ങളുടെ അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പിള്ളേരെ മാറ്റിയിരുത്തുക. ഒരു ഡിസ്ക്ലെയിമർ ആണേ. ഇല്ലെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്രയും ദിവസവും ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു സംസാര രീതി ആയിരിക്കില്ല ഈ വീഡിയോയിൽ. ചിലപ്പോൾ വല്ല പായും മായും തായും ഒക്കെ വന്നു പോകും, ക്ഷമിക്കുക. പിന്നെ ഇതുപോലുള്ള ഐറ്റങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കാണാതിരുന്നാൽ മതി. പ്രത്യേകിച്ച് ഈ പിള്ളേരെ, വളർന്നു വരുന്ന പുതുതലമുറയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇതുപോലുള്ള കഴിവേറി മക്കളെ പറ്റി പറയണം എനിക്ക് 2 വാക്ക്. കുറേ ദിവസമായിട്ട് ഈ ഫുണ്ടയുടെ, അങ്ങനെ തന്നെ ഞാൻ പറയും, ജാസി എന്ന് പറയുന്ന ഈ ഫുണ്ടയുടെ പല വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് ഞാനും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഈ ജന്തുവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട്. എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഒരു മാസമായിട്ട് എൻ്റെ ചാനൽ ഇച്ചിരി ശോകമടിച്ച് ഒരു റിപ്പോർട്ടൊക്കെ കിട്ടി കിടക്കുവാണെങ്കിൽ പോലും ഇതുപോലുള്ള സാധനങ്ങൾ ഇട്ടാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഓടുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നിട്ടും ഞാൻ ചെയ്തില്ല. വേണ്ട, ഈ ഫുണ്ടേ പറയണ്ട, ഇവക്കുള്ള ബൂസ്റ്റ് കൊടുക്കണ്ട എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. കാരണം ഇവളെ കൂടെ നടക്കുന്ന ഒരു ഫുണ്ടനും ഉണ്ട്. ഈ രണ്ടും കൂടെ റീച്ചിന് വേണ്ടി മാത്രം കളിക്കുന്ന കളിയായത്. റീച്ചിന് വേണ്ടി മാത്രം കളിക്കുന്ന തന്തയില്ലാത്ത പരിപാടി അതാണ് രണ്ടും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല വേറൊന്നുമല്ല, അങ്ങനെ തന്നെ പറയണം. ഇപ്പോ ഒരു മറ്റേ ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് അവളെന്ന് പറയാൻ പാടില്ലല്ലോ, ഈ ജാസി എന്ന് പറയുന്ന ഒരു ജന്തു മോഡല എന്തൊക്കെയോ ആടേ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇവളുടെ എന്തോ സർജറി കഴിഞ്ഞ് ഇവള് മൊത്തത്തിൽ അങ്ങ് പെണ്ണായി, ഈ ജന്തു പെണ്ണായി എന്നൊക്കെയാ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്നാൽ അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഐറ്റത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് മുത്തേ മുത്തേ ലാലി ലാലി ആ പാട്ടൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ട് മറ്റേ വലിയ വയറും ഒക്കെ കാണിച്ചിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ വയറൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പൊ ആ വയറൊന്നും ഇല്ല. ഇപ്പൊ വയറ് കുറഞ്ഞു പോയി, ചൊട്ടി, ഭക്ഷണം കഴിക്കാതെ ചൊട്ടിപ്പോയി. ഇവളുടെ മറ്റേ കെട്ടിയോണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു നാറി ഉണ്ടല്ലോ കൂടെ, അവൻ ഭക്ഷണം കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു, വയറ് ചൊട്ടിപ്പോയി. ആ ഗർഭിണിയായിരുന്ന മോള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവള് സർജറിക്ക് കയറി. എന്ത്? പെണ്ണാവാൻ വേണ്ടിയിട്ട്. എടേ, ഇതൊക്കെ കാണുമ്പോൾ നാട്ടുകാർ നല്ല നന്ദയ്ക്ക് പറയും, മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ വന്നിരുന്നത് അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അവളുടെ അച്ഛൻ പെറ്റപ്പത്തേക്കാണ് അവളുടെ വീട്ടിലെ പശുക്കുട്ടി ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള കഥയും കൊണ്ട് അവൾ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഐറ്റത്തിനെ ചാട്ടവാൻ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് അവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ വേണം ഇതുപോലുള്ള ഐറ്റത്തിനെയൊക്കെ കാലേ വാരി നിലത്തടിക്കാൻ, മനസ്സിലായോ? നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വേറെ രീതിയിലോട്ട്, ഇവളല്ല ഈ ജന്തു വേറെ രീതിയിലോട്ടാക്കും. അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെ പറഞ്ഞു എന്ന് പറഞ്ഞ്, ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ല പറയുന്നത്. ഈ ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതുമല്ല, ഒരുമാതിരി പട്ടിക്കും പൂച്ചയ്ക്കും കൂടെ ഉണ്ടായ ഒരു വല്ലതൊക്കെ പറഞ്ഞാൽ കൂടിപ്പോവും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന പുതുതലമുറയെ, ജനിച്ച് വീഴുന്ന കുട്ടികൾ പോലും ഇനി ഇതുപോലുള്ള ഐറ്റത്തിനെയൊക്കെ ഇവളുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ കേട്ട് വേണമല്ലോ അവരുടെ ജീവിതം ടേൺ ചെയ്ത് വിടാനെന്നുള്ളൊരു സാധനമൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ ഏതെങ്കിലും ഒരു കുട്ടിയൊക്കെ ഇവളുടെ വീഡിയോ കണ്ടിട്ട് ഇവളുടെ അല്ല ഈ ജന്തുവിൻ്റെ വീണ്ടും 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 ഇവള് കൂളന്ന എൻ്റെ വായിൽ നിന്ന് വീഴുന്നത്, ഈ ജന്തുവിൻ്റെ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിള്ളേരൊക്കെ വഴിതെറ്റി പോയാലോ? പോകും ഉറപ്പായിട്ടും. ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിള്ളേരുടെ മനസ്സിൽ വരും, ഓ അപ്പൊ ഈ ഐറ്റം ആദ്യമേ പുരുഷനായിരുന്നു, പിന്നെ സ്ത്രീയായി. എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, ട്രാൻസ്ജെൻഡേഴ്സിനോടാണെങ്കിലും എനിക്കൊരു പരിധി കൂടുതൽ താല്പര്യമില്ല. ഇനിയിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു പരിധി കൂടുതൽ നിങ്ങളെയും താല്പര്യമില്ല. പിടികിട്ടിയില്ലേ? ഇനി ഈ ജന്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവളുടെ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് ഈ ജന്തു ഇട്ടൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഇവള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചെകളെ അടിച്ച് പൊളിക്കാൻ തോന്നും. ഏതൊരു ആണിനും ഏതൊരു പെണ്ണിനും ഏതൊരു ട്രാൻസ്ജെൻഡറിന് പോലും ഇവള് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അടിച്ച് ചെകളം പൊളിക്കാൻ തോന്നും. ഇവിടെ അതിനകത്ത് നമ്മുടെ ഹെലനോ സ്പാർട്ടക്കൊച്ചിനെയൊക്കെ എടുത്തു വെച്ച് എന്തൊക്കെയോ ലാസ്റ്റ് വീഡിയോ തീരുന്ന സമയത്ത് പറയുന്നുണ്ട്. സ്പാർട്ടതെ അപ്പുറം ഇരുന്ന് അന്തയ്ക്കും തലവഴി ഇരുന്ന് വിളിച്ചിട്ടുണ്ട്. എന്തായാലും തുണി ഊരി കാണിക്കുക, എടി പുണ്ടമോ, തുണി ഊരി കാണിക്കുക.
പെണ്ണാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തുണി ഊരി കാണിക്കുക. ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുമോ? ഒരു പെണ്ണും ചെയ്യത്തില്ല. നിന്നെ അതുകൊണ്ട് പെണ്ണായിട്ട് നീ എത്രയൊക്കെ സർജറി ചെയ്ത് നീ പെണ്ണായി മാറിയെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ പെണ്ണായിട്ട് കണക്കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഒരു പെണ്ണും കാണിക്കാത്ത തലവേറുത്തരം കാണിക്കുന്ന ഒരു കള്ള കാവടി ജന്തു. അതാണ് ഈ ഐറ്റം. ഈ ഐറ്റം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത് നിങ്ങളൊന്ന് കേട്ടോണേ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇന്ന് ഇവള് വല്ലതൊക്കെ ബാക്കി ഇത് കേക്ക്. പിന്നെ കുറെ ആൾക്കാർ റിനൈൻ മെഡിസിറ്റിയിലേക്ക് വിളിക്കുന്ന അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ജെന്യുവിൻ ആണോ, അത് ഫേക്ക് അല്ല അത് ഒറിജിനൽ ആണ് എന്നൊക്കെ പറയുന്ന. ഞാൻ ആക്ച്വലി എനിക്കിപ്പോൾ അടുത്തും കൂടെ എനിക്ക് ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഞാൻ ഡോക്ടറിന് വളരെ വ്യക്തമായിട്ട് ചോദിച്ചതാണ്. ഡോക്ടർ ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോളിൽ തന്നെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെനിക്ക് അറിയില്ല, അതിനിപ്പോൾ അവർ വിളിച്ചു തന്നെ ആയിരിക്കാം, കോളിക്കാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ആൾക്കാരെ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഒരു സർജറി ചെയ്തു അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും സർജറി ചെയ്തോട്ടെ, എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറിയാവുന്നത് എനിക്ക് മനസ്സിലാക്കും. എടി പറിയാകുന്ന നാട്ടുകാർ, എടി ഫുണ്ടേ, നീ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പല ഇന്റർവ്യൂവിലും ഇതിനെയൊക്കെ മറ്റേ ഇനാഗുറേഷന് വിളിക്കുന്നവനെ വേണം ആദ്യം ഒരെണ്ണം പൊട്ടിക്കാൻ. എന്നിട്ട് എവിടെ വന്നാലും ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ട് ചെയ്യുന്നിട്ട് ഞാൻ ഗർഭിണിയാ, ഞാൻ പെണ്ണായി. എടി ഫുണ്ടേ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ നീ പെണ്ണായോന്നോ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നീ വന്ന് അങ്ങോട്ട് ഛർദ്ദിക്കും, ഇതല്ല മനസ്സിലായോ? നീ വന്നിട്ട് ജനങ്ങളെ പറ്റിക്കും നല്ല കാനത്തിൽ നിന്ന്. വയറ്റിനകത്ത് മറ്റേ തലയണം കെട്ടി വെച്ച് വന്നിട്ട് ഞാൻ ഗർഭിണിയായി, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആശുപത്രി കിടന്നിട്ട് ഞാൻ പെണ്ണായി മാറി. ഇതൊക്കെ പറയുമ്പോൾ കാണുന്നവരെന്താ വായിക്കകത്ത് പഴം കുത്തി വെച്ചോണ്ടിരിക്കുമെന്ന് വിചാരിച്ചോ നീ? വെച്ചോണ്ടിരിക്കുമെന്ന് വിചാരിച്ചോ? അന്വേഷിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ഈ ഹോസ്പിറ്റലിൽ വിളിച്ചു, റിനൈൻ മെഡിസിറ്റി വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഡൗൺ സർജറി ഇല്ല, ഇവള് മറ്റേ മേളത്തെ മാത്രമേ ഇവള് മാറ്റിയിട്ടുള്ളൂ, താഴെ ഒന്നും ചെയ്തിട്ടില്ല. ഇവള് അതൊന്നും ചെയ്യാതെ ഇവളെ എങ്ങനെയാണ് ഇവള് ഈ പെണ്ണ എന്ന് പറയുന്നത്? ഇവളെ എങ്ങനെയാണ് ഈ ഫുണ്ട ഇവളെന്ത്? സോറി, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, ഈ ജന്തുവിനെ ഇടയ്ക്ക് വായിന്ന് ഇവളെ വന്നു പോകുന്നത്. അത് ഈ മുടിയൊക്കെ പോട്ടെ. എനിക്ക് ടെമ്പർ പൊട്ടുന്ന എവിടെയാണെന്നറിയോ? ഇതെല്ലാം കാണിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് തപ്പിപ്പോകുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചേട്ടൻ പോയി വിളിച്ച് തിരക്കിയപ്പോഴത്തേക്ക് ചെയ്തിട്ടില്ല, ഇവള് ചുമ്മാ നാട്ടുകാരെ പറ്റിക്കുക. അത് ആ പുള്ളി എന്നിട്ട് പുള്ളിയുടെ വീഡിയോ വഴി പറഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളി ഇവള് കള്ളനാക്കുക, ഈ ജന്തു കള്ളനാക്കുക. എന്തിനാ അത്ര ത്വര എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ? നിന്റെ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നില്ലടി മോളൻ ഫുണ്ടേ, ഇടപെടുന്നതല്ല. നീ നാട്ടുകാരെ പറ്റിക്കുന്നു. ഈ വീഡിയോകൾ ഓൺലൈൻ മീഡിയയിൽ വരുന്ന വീഡിയോകളൊക്കെ പിള്ളേർ കാണും, മനസ്സിലായോ? നീ നിന്റെ വീട്ടിൽ പൂത്തിരി, നീ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട്, നീ സർജറി ചെയ്തിട്ടോ മറ്റേ ചെയ്തിട്ടോ മറിച്ച് ചെയ്തിട്ടോ നീ അവിടെ ഇരി, കൂടെ അവനെ പിടിച്ചെടുത്ത്, ഒരു കുഴപ്പമില്ല. ഈ സോഷ്യൽ മീഡിയ വന്ന് നാട്ടുകാരെ വളർന്നു വരുന്ന പിള്ളേരെ ചീത്തയാക്കാൻ ശ്രമിക്കാതെ കള്ളക്കടയാടി. അതുകൊണ്ടാണ് തപ്പിയെടുത്ത് ഓരോരുത്തർ പോയി നോക്കുന്നത്, ഇവളിത് ചെയ്തിട്ടുണ്ടോ, ഈ ഐറ്റം ഇത് ചെയ്തിട്ടുണ്ടോ, അതോ നാട്ടുകാരെ പറ്റിക്കുന്നതാണോ? പോയി തിരക്കുമ്പോഴത്തേക്ക് മൊത്തം ഉടായിപ്പാ, റീച്ചിന് വേണ്ടി മാത്രം. കംപ്ലീറ്റ്ലി റീച്ച് അടിച്ച് ചകള പൊളിക്കണം ഈ ഐറ്റത്തിനെയൊക്കെ, പിന്നെ കൂടെ നടക്കുന്നതിന്. അമേരിക്കയിലൊക്കെ ആ ട്രംപണ്ണനെയൊക്കെ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു കയ്യടി കൊടുക്കാൻ തോന്നുന്നത്. ഇതുപോലുള്ള ഒരൊറ്റ ഐറ്റത്തിനെ ആ നാട്ടിൽ നിർത്തത്തില്ല. അതുപോലെ ഇവിടുത്തെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടുകൂടെ ഇതുപോലുള്ള ഐറ്റത്തിനെയൊക്കെ? എന്തിനാ? ഞാനും ഒരുപാട് ഈ എന്തു ആയിക്കോട്ടെ, മനുഷ്യജീവിയാണല്ലോ. ഞാൻ പല വീഡിയോകളിലും ഇതിന് മുമ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരുമായി ബേസ് ചെയ്തിട്ടല്ലേ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ വരുമ്പോൾ, അവർ മനുഷ്യരല്ലേ, ജീവിച്ചോട്ടെ നമ്മുടെ നാട്ടിൽ എന്നൊരു ആഗ്രഹം, അത് ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും പറയും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലുള്ള ചില ഐറ്റങ്ങൾ വരും. ഇതുങ്ങളെയൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വേണ്ട, ഇവിടെ ആണും പെണ്ണും മാത്രം മതി എന്നൊരു നിമിഷം തോന്നിപ്പോകുന്നത് ഇതുപോലുള്ള ഐറ്റങ്ങളെ കാണുമ്പോഴാണ്. ബാക്കി കേട്ടോണേ ഈ ഫുണ്ട പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു സംഭവം, ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത്? എടി പുന്നാര ഫുണ്ടേ, ചർച്ച എങ്ങനെ ആകാതിരിക്കും എടി ഫുണ്ടേ? നീയല്ലേ വന്നിട്ട് നാട്ടുകാരുടെ ഫ്രണ്ടിൽ നിന്നിട്ട് അങ്ങോട്ട് തള്ളുന്നത്? നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തന്നെ മറ്റേ തലയാണയും കെട്ടി വെച്ചോണ്ട് കുറെ വീഡിയോ അങ്ങോട്ട് ഇടും. ഈ കാണുന്നവരെന്ത് കണ്ടാലും കൈയടിച്ച് നിനക്ക് മറ്റേ ലവ് ചിമ്പിലോട്ട് അങ്ങ് ഇരിക്കണം എന്നാണോ നിന്റെ വിചാരം? നിന്നെ ഉണ്ടാക്കി നിന്റെ തന്തയൊക്കെ ചെന്ന് പറ അങ്ങനെ ചെയ്യാൻ. നാട്ടുകാർ അങ്ങനെ ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ എടി പറ്റീരും മോനേന്ന് തന്നെ വിളിക്കും. പിടി കിട്ടിയോ?
കള്ളക്കാടിയാടി. അവള് ഗർഭിണി ആയാലെന്താ മറ്റേ ആയാലെന്താ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങരുത്. കുറച്ച് മുമ്പ് ഞാൻ തുടക്കത്തിലൊരു ക്ലിപ്പ് കാണിച്ചില്ലേ, അവളുടെ കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോയാ, എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിനകത്തും അവള് ഞാൻ ഗർഭിണി പിന്നെ ഗർഭിണിയായവരല്ലേ പോയിട്ട് സർജറി ചെയ്യുന്നത്. എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെയുള്ള ഒരു സർജറി ഒക്കെ ചെയ്യിപ്പിക്കുമോ? എനിക്കിതിനെപ്പറ്റി എൻ്റെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ, അങ്ങനെ ചെയ്യിക്കുമോ? അല്ല, ഇനി അത് പെണ്ണായിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവളുടെ അണ്ണാക്കിലിട്ട് കുത്തിയപ്പം ഗർഭിണിയം അല്ല പറഞ്ഞ കൂടിപ്പോവും, ഗർഭം വന്നോ? സ്ത്രീകൾക്ക് സത്യം പറഞ്ഞ ഇത് എനിക്കെന്താ ഇത്ര പൊളിയെന്നറിയോ? സ്ത്രീകൾക്ക് അപമാനമാണ് ഈ സ്ത്രീ അല്ല, ഈ ജന്തു. സ്ത്രീകൾക്ക് അപമാനം, സ്ത്രീകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ അപമാനമാണ്. വളർന്നു വരുന്ന കുട്ടികളെ വഴിതെറ്റിച്ച് വിടും ഈ ഐറ്റം. ഇതിനൊക്കെ എതിരെ രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നമുക്ക് ബാക്കി കേൾക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഒന്ന് അത്, രണ്ടാമത് ഞാൻ സർജറി ചെയ്തു, അതും നാടകമാണ്. ഞാൻ സർജറി ചെയ്തില്ല, ഞാൻ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത്. എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി. നാട്ടുകാർ ചില ആൾക്കാർക്ക് അത്രയേ ഉള്ളൂ. പിന്നെ കുറെ കേൾക്കുന്നത് ജാസ്തി ഇനി പെണ്ണുങ്ങളെ ബാത്റൂമിലാണ് കയറി. എന്തൊക്കെ ചോദ്യങ്ങളാണ്! ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എന്തൊക്കെ ചോദ്യങ്ങളാണ് ജാസ്തി. ഞാൻ പണ്ട് മുതലേ പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്ന ഒരു വ്യക്തിയല്ല, പുറത്തു പോയ ടോയ്ലറ്റിൽ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പിന്നെ അഥവാ അങ്ങനെ വല്ല ടോയ്ലറ്റും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകാന്നുണ്ടെങ്കിൽ വല്ല പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ എന്തായാലും ടോയ്ലറ്റ് ഒന്നിലേ ഉണ്ടാവുള്ളൂ. ആണതായാലും പെണ്ണുങ്ങളായാലും ഒരു ടോയ്ലറ്റ് ഒരാൾക്ക് ഒരു സമയമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിൽ ഏത് ടോയ്ലറ്റ് കയറിയാലും കുഴപ്പമില്ല, നമ്മൾ ഒരാളല്ലേ ഉള്ളൂ അതിനുള്ളിൽ. അപ്പൊ അങ്ങനെ കുറെ ഡൗട്ടുകൾ ആൾക്കാർക്ക്. പിന്നെ റീനേം മെഡിസിറ്റിയിൽ ഓൾറെഡി ട്രാൻസിനുള്ള ബാത്റൂം ഉണ്ട്, അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അങ്ങനെ ട്രാൻസ് ബാത്റൂംസുകളും ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ വരണം എന്ന് ഞാൻ പേഴ്സണലി, എനിക്ക് മാളുകളിലാണെങ്കിലും ലേഡീസ് ജെന്റ്സ് ഒരു ട്രാൻസിനും കൂടി ബാത്റൂം വരാന്നുണ്ടെങ്കിൽ വളരെ നല്ല കേൾക്കാമേ. അല്ല, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു കേട്ടോ. ലേഡീസിന്റെ ടോയ്ലറ്റ് ഉണ്ട്, ജെന്റ്സിന്റെ ടോയ്ലറ്റ് ഉണ്ട്. ഇനി സെപ്പറേറ്റ് ട്രാൻസിനും കൂടെ കുഴി കുത്തി കക്കൂസ് കുത്തി കൊടുക്കണം അവർക്ക്. എടി നീ അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ നീ ടോയ്ലറ്റ് യൂസ് ചെയ്യത്തില്ലേ? നീ പുറത്ത് പോകുമ്പോൾ ഇപ്പം മുട്ടിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? കുപ്പി എടുത്തിട്ട് ഒഴിച്ചു വെക്കുവോ? അല്ല, അങ്ങനെ ആയിരിക്കുമോ? അവിടെ വന്നിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ പമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒറ്റ ടോയ്ലറ്റേ ഉള്ളൂ, ജെൻസിനും ലേഡീസിനും ഒക്കെ ഒറ്റ. എനിക്കറിയാൻ പാടില്ല കേട്ടോ, വല്ല അട്ട പമ്പിലൊക്കെ അങ്ങനെ ആയിരിക്കും. അത്യാവശ്യം നല്ല ഡീസൻറ്റ് പമ്പിലൊക്കെ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ചിലതിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല, അണ്ണാക്കി മറ്റേ പിരി കയറ്റി വെച്ചേക്കുവാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നങ്ങോട്ട് ഉണ്ടാക്കുന്നത് ഈ ഫുണ്ട. നമുക്ക് ബാക്കി കേൾക്കാം. കാര്യമാണ് അല്ലേ? എന്നോട് ചോദിക്കുക ജാസ്തി ജാസ്തി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാൻ ഒരാൾ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ചൊരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണമെന്ന് ആൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ പറയുന്നത് വേറെയാ. മില്ലിനടിച്ച പെൺകുട്ടിക്ക് മാത്രമേ കാണിച്ചു കൊടുക്കത്തുള്ളൂ, നല്ല കുറച്ചും കൂടെ റീച്ച് കിട്ടത്തുള്ളൂ. അതാണ് ഈ മുണ്ടകളുടെ ആവശ്യം, റീച്ച്. വേറെ ഒന്നുമല്ല. റീച്ചിന് വേണ്ടി എന്തും, ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ ആലോചിക്കണം. അതിനോടൊന്നും യോജിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു കുഞ്ഞുണ്ടായി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നത്. ഇതിനെയൊക്കെ തന്തയ്ക്ക് വിളിച്ചില്ലെങ്കിൽ വന്നാൽ അതിശയം. എന്നിട്ട് പറയുന്ന കേട്ടോ, ഞാനൊരു പെൺകുട്ടിക്ക് അങ്ങ് കാണിച്ചു കൊടുത്തു. ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീ അത് ചെയ്യുമോ? വേറെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് കാണിച്ചു കൊടുക്കുമോ? ഇവള് ചെയ്യും. ഇവളല്ല, ഈ ജന്തു ചെയ്യും. പിടികിട്ടി? ഈ ജന്തു ചെയ്യും. അത് എന്തായാലും മനസ്സിലായിട്ടുണ്ടല്ലോ. അത് മനസ്സിലാക്കിയ ഒരാൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് മാത്രം ഞാൻ കേൾപ്പിക്കുന്നില്ല, ബാക്കി മൊത്തം ഒന്നും കേൾപ്പിക്കുന്നില്ല. ഇത് മാത്രം നിങ്ങളൊന്ന് കുറച്ച് കേട്ടോ. ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി, പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നീ ഈ എൻറ്റയർ വീഡിയോ നീ കാണണം. മനസ്സിലായില്ലേ? നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി. എന്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്. മതി വേണ്ട, എനിക്ക് താല്പര്യമില്ല മോളെ. വേറൊന്നും കണ്ടല്ല, ഒച്ച കീറിക്കൊടുക്കും അവള് ചെയ്തിരിക്കുന്നത്. ഞാൻ അവളുടെ കൂടെ നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. സ്പാർട്ട ചെയ്തതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കൊച്ചു പുറത്തെങ്ങാണ്ടായിരുന്നു, അവളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു, എന്നാ കണ്ടോന്ന്. എന്തോ പറയണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു സ്ത്രീ ചെയ്യുന്നതാണോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവളൊക്കെ ഇനി എത്ര സർജറി ചെയ്ത് പെണ്ണാവാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും നീ ഒന്നൊരു പെണ്ണായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ കാണിച്ചു വെച്ചേക്കുന്നത്.
തുറന്നങ്ങ് കാണിച്ചു വിട്ടിട്ട് വാ കണ്ടോന്ന് ഞാൻ പെണ്ണായെന്ന്. ഹായ് സൂപ്പർ. എന്തു പ്രഹസനം ഈ പട്ടി ഉണ്ടൊക്കെ. നാട്ടിലെ ഓരോരുത്തർക്ക് നാണക്കേടാ ഇതുപോലുള്ള ഐറ്റങ്ങൾ. കല്ല് വലിച്ചെറിഞ്ഞ് ഊട്ടിക്കണം ഇതിനെയൊക്കെ. സത്യം പറയാലോ, അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ ഇതിനെയൊക്കെ. ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ നിങ്ങൾ തന്നെ ഇറങ്ങണം. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട്, നിങ്ങൾ തന്നെ ഇറങ്ങണം ഇതുപോലുള്ള സാധനത്തിനൊക്കെ എതിരെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞ് നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നേ, പക്ഷേ ഇത്രയെങ്കിലും ഇതിന് പറഞ്ഞേ പറ്റുള്ളൂ. കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഈ കളികൾ കിടന്ന് കാണുന്നുണ്ട്. കുറേ ദിവസമായിട്ട് മറ്റേ തലയണയും വെച്ച് ഇങ്ങനെ പാട്ട് വിട്ട് നടക്കുന്നതും അതിനുശേഷം സർജറിക്ക് കയറുന്നതും പിന്നെ വേറൊരു ചേട്ടൻ പോയിട്ട് മറ്റേ ആ ഹോസ്പിറ്റലിൽ വിളിക്കുന്നു, ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ വേണ്ട എന്ന് വെച്ചതാ. പക്ഷെ ഈ സാധനം കണ്ടപ്പോൾ, ഇന്നലെ ഇരുന്ന് ഇവളുടെ ഈ കഥ പറച്ചിൽ കേട്ടപ്പോൾ 2 വർത്താനം പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.